ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു 5.5 സെൻറ്റ് സ്ഥലം ഒരു ടെറസിട്ട വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. അപ്പം ഈ വീട്ടിലേക്കുള്ള വഴി ഞാൻ ആദ്യം കാണിച്ചു തരാം. ഈ കാണുന്ന 4 ഫുട്ട് വഴിയാണ് ഈ വീട്ടിലേക്കുള്ള വഴി വരുന്നത്. ഇപ്പം നമ്മൾ ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ ഇതിലൂടെ കയറ്റിയിട്ട് അല്ല നേരെ താഴത്തെ കണ്ടില്ലേ, ഈ കോൺക്രീറ്റ് ചെയ്ത ഈ ഇത് കൂടെ ഇങ്ങനെ പോയിട്ടാണ് ആ വീട്ടിലൊക്കെ ബൈക്ക് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നേരെ കയറി വന്നു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആ വീട്ടിലേക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ നിർത്തി ബൈക്ക് നിർത്തിയിടാൻ പറ്റും. ബൈക്കേ കയറുള്ളൂ, കാറ് ഓട്ടോറിക്ഷ അങ്ങനത്തെ വണ്ടിയൊന്നും കയറില്ല. 4 ഫുട്ട് വഴിയുള്ള വീടാണ്. മുന്നിലിതാ ഫുള്ളിങ്ങനെ നമ്മളെ ഈ വരുന്ന ബൈക്കൊക്കെ ഫുള്ള് കമ്പി ഇട്ടിട്ട് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കോട്ട് ഇങ്ങോട്ടേക്ക് കേട്ടോ. ഇത് 5.5 സെൻറ്റ് വീടാണ്. ടെറസിട്ട വീടാട്ടോ, നല്ല വൃത്തിയുള്ള ടെറസിട്ട വീടാണ്. 5.5 സെൻറ്റ് വീടാണ്. ഇതിൻ്റെ മുന്നിൽ നമുക്ക് ജപ്പാൻ്റെ വെള്ളത്തിന് കണക്ഷൻ കാണിച്ചു തരാം. ഇതാ ജപ്പാൻ്റെ വെള്ളത്തിന് കണക്ഷനും ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. വെള്ളം വന്നിരിക്കുന്നു എന്നുള്ളത് ഈ വെള്ളം വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളിതിൽ ഒരു കുഴൽക്കിണർ വേണമെങ്കിൽ കുഴിച്ചു കൊടുക്കും. നിലവിലിപ്പോൾ കിണറില്ല, ഒരു കുഴൽക്കിണർ വേണമെങ്കിൽ നമ്മൾ കുഴിച്ചു കൊടുക്കും. അപ്പോൾ അതിന് കുഴൽക്കിണർ അടക്കം ചോദിക്കുന്ന വില 17 ലക്ഷം രൂപ കേട്ടോ. ചോദിക്കുന്നതാണ് 17 ലക്ഷം രൂപ. അപ്പോൾ നല്ല ഒതുക്കമുള്ളൊരു വീടാണ്, നല്ല ഉറപ്പുള്ള വീടാണ്. അതായത് ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. മുന്നിലൊക്കെ അത്യാവശ്യം സ്ഥലമുണ്ട്. ഈ കാണുന്ന അതിർത്തിക്കല് പെട്ടാണ്. മുന്നിൽ നെല്ലിക്കമരം ഉണ്ടായിരുന്നില്ല, കാര്യമായിട്ടുള്ള തെങ്ങ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ കാണുന്ന ഇതൊക്കെ ഇതിൽപ്പെടും കേട്ടോ. സൈഡ് ഭാഗം ഇതിൽപ്പെടും. ഇവിടുന്ന് കെട്ടുന്ന ഇങ്ങനെ സൈഡ് ഇങ്ങനെ പോയിട്ടാണ് സ്ഥലമുള്ളത്. അപ്പം 5.5 സെൻറ്റ് 2 ബെഡ്റൂമുള്ള വീട്, ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്ന ആൾക്കാർക്ക് കേട്ടോ ഒരു 17 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ കിണർ വെച്ച വെള്ളം കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന കിണറാട്ടോ, തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള കിണറാണ്. ഇവിടെ കിണർ വെച്ചാൽ വെള്ളമൊക്കെ കിട്ടും. അതുപോലത്തെ റോഡ് ഞാൻ പറയാം. അതായത് നിങ്ങളിപ്പം കയ്യിൽ ഒരു 10 ലക്ഷം റുപ്യ ഉള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 12 ലക്ഷം 13 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ ഒരു 4 ലക്ഷം 5 ലക്ഷം റുപ്യക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ടൈം വാങ്ങി തരാം കേട്ടോ. ഒരു 3 മാസം ഒരു 5 മാസമൊക്കെ ടൈം വാങ്ങി തരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു 10-12 ലക്ഷം രൂപ എടുത്ത് രജിസ്റ്റർ ചെയ്ത് തരും. ബാക്കി എമൗണ്ട് നിങ്ങൾ അഗ്രിമെൻറ്റ് വെച്ചിട്ട് ഒരു 3-4 മാസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്താലും മതി. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി. കോഴിക്കോട് അമ്പലത്തുളങ്ങര കേട്ടോ.